8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്. മൊത്തം 27 അവേഴ്സ് എടുക്കും നാട്ടിലെത്താൻ. എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കൊച്ചിയാണ്. അമേരിക്കയിൽ നിന്ന് 10 അവേഴ്സിന്റെ യുണൈറ്റഡ് എയർലൈൻസിലാണ് ഞാൻ ജർമ്മനിയിൽ എത്തിയത്. ജർമ്മനിയിൽ 2-2.5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. വളരെ നല്ല എയർപോർട്ട് ആയിരുന്നു. അധികം ആരും ഞാൻ കണ്ടില്ല, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വലിയ എയർപോർട്ടും. ഇവിടുത്തെ റെസ്റ്റ് റൂമിലെ നാപ്കിന് പകരം ഞാൻ കണ്ടതാണ്. കൈ തുടച്ചിട്ട് അത് അങ്ങനെ തന്നെ മുകളിലോട്ട് കയറിപ്പോയി. അടുത്ത ആള് വരുമ്പോൾ ഇത് തന്നെയാണോ അവ പുറത്തേക്ക് വരിക? ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ പറയണേ. 2.5 മണിക്കൂർ പെട്ടെന്ന് തന്നെ പോയി. അടുത്ത ഫ്ലൈറ്റ് ലുഫ്താൻസയാണ്. അത് 8 മണിക്കൂർ ഏകദേശം ഉണ്ട്. കയറിയപ്പോൾ തന്നെ പിള്ളേർക്ക് എന്തോ 2 ബുക്കൊക്കെ വന്ന് കൊടുത്തു കളറിങ്ങിനുള്ളത്. ഈ ഫ്ലൈറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിന്റെ റെസ്റ്റ് റൂമും എല്ലാം വളരെ മോശമായിരുന്നു. ഫുഡായിരുന്നു പിന്നെ ഒരു ആശ്വാസം. ഈ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കിട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൈസ്, ചിക്കൻ കുറുമ, ബീൻസ് തോരൻ, കേട്, പായസം, അച്ചാറ്, സുപ്പാരി, പിന്നെ സ്ഥിരം പണ്ണും ബട്ടറും. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. 5 അവേഴ്സ് ആയിരുന്നു ബോംബെയിൽ ലേ ഓവർ. ഇമിഗ്രേഷനും കസ്റ്റംസും ഒക്കെ കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. കുട്ടികളെ വെച്ച് ഇത്രയും സമയം ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ലാസ്റ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഇത്, എയർ ഇന്ത്യ. ഫസ്റ്റ് ടൈം ആണ് ഞാൻ എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നത്. കഴിഞ്ഞ 2 ഫ്ലൈറ്റിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് എയർ ഇന്ത്യ ആണ് കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർ തന്നത് മാഷ്ഡ് പൊട്ടറ്റോയും സ്ക്രാമ്പിൾഡ് എഗ്ഗും ആണ്. പെട്ടെന്ന് തന്നെ നമ്മൾ കൊച്ചിയിലെത്തി. അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി.